ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് പൂരത്തിൻ്റെ തലേന്ന്. അയ്യോ സോറി, സ്കൂൾ തുറക്കണതിൻ്റെ തലേന്ന് കേട്ടോ. ഏകദേശം രണ്ടുപേരെ പോലെ തന്നെയാണ്. എന്തൊരു കാര്യം പറയുമ്പോഴും തലേന്നുള്ള ഓട്ടപ്പാച്ചിലിന് ഒരു കുറവില്ല കേട്ടോ. ഞാൻ ശ്രീകുട്ടനെ പായ വെച്ച് കിടത്തിയതാണ്, നോക്കാനായിട്ട് ആ ദിവസം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അവൻ ശ്രമിക്കുന്നു മുട്ട് കുത്താനായിട്ട്. ആ ട്രൗസറിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ പോകണ്ട കേട്ടോ. അത് മാറ്റി കൊടുക്കാൻ പോയാൽ ഈ ഫ്ലോ അങ്ങ് പോയാലോ വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം മാറ്റാതിരുന്ന. വൈദ്യമായി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നാളെയാണ് നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം. കുറച്ച് ബുക്സ് കൂടെ ചട്ടയിലാണ്ട് ബാഗൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. 2 ദിവസം വെയിൽ വന്നതുകൊണ്ട് തന്നെ ബാഗ് അലക്കലും ഉണങ്ങലും എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. ബുക്കെല്ലാം പൊതിഞ്ഞ ശേഷം നെയിം സ്ലിപ്പ് ഒടിക്കുമ്പോഴാണ് നെയിം സ്ലിപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ കുട്ടി ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് എൻ്റെ ഫ്രണ്ട് കൊടുന്ന തറവാട്ടിൽ വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് വാങ്ങി തന്നിട്ടില്ല. അപ്പോൾ അച്ചുവേട്ടൻ്റെ കടയിൽ സ്ലൈറ്റ് വാങ്ങിക്കാനായിട്ട് പോയപ്പം അച്ചുവേട്ടൻ ഫ്രീ ആയിട്ട് തന്ന നെയിം സ്ലിപ്പ് നമ്മൾ തൽക്കാലത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ പേരൊക്കെ എഴുതി. പിന്നെയാണ് നോക്കിയത് വെക്കേഷൻ തന്ന ഹോംവർക്കുകളിൽ കുറച്ച് എഴുതാൻ ബാക്കിയുണ്ട് കേട്ടോ. അത് വേഗം ധൃതിയിൽ അതൊക്കെ എഴുതി ഒപ്പിച്ചു. പിന്നെ നാളത്തേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിഫോം, ടൈ, ബെൽറ്റ്, കർച്ചീഫ്, സോക്സ് അങ്ങനെയുള്ളതൊക്കെ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചു കേട്ടോ. അതുപോലെ ദിവസം വാങ്ങിച്ച സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. ഇതൊരു ക്രയോണും സ്ലൈറ്റ് വായിക്കുന്ന ഡസ്റ്ററുമാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്ലൈറ്റ് പെൻസിലുകൾ, കടലാസ് പെൻസിലുകൾ, ക്രയോൺസൊക്കെ എന്തായാലും അവർക്ക് ത്രോഡ് വേണം. ഈ UKG ഫുള്ളായിട്ടൊക്കെ UKG ഒന്നിലേക്കൊക്കെ വേണ്ടി വരും. പിന്നെ കട്ടേഴ്സ്, റൈസേഴ്സ്, പിന്നെ സ്ലൈറ്റ് ഒന്ന് വാങ്ങിച്ചോട്ടെ പുതിയത്. ഒരെണ്ണം ആ യെല്ലോ കണ്ടത് പുതിയതാണ്, പക്ഷേ അത് അവൻ വെക്കേഷൻ യൂസ് ചെയ്തു. പുതിയതൊന്നും കൂടെ വാങ്ങിച്ചു. പിന്നെ ഒരു ബോക്സ് അതിൻ്റെ അമ്മായി ഇപ്പോഴായിരുന്നു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ LKG ടീച്ചർ കൊടുത്തിരുന്ന എന്താ പറയുക, സ്കെയില്, പെൻസില്, റൈസർ, കട്ടർ, അങ്ങനെ ഒരു സെറ്റ് അപ്പോൾ അതും ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോക്സിൽ തന്നെ കട്ടറൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ എന്തൊരു കൂളല്ലേ. പക്ഷേ ഇതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ധൃതിയില്ലേ, അതായത് ഒരു സമാധാനക്കേട്, അതെനിക്കേ അറിയത്തുള്ളൂ. കാരണം അത്രയ്ക്കും ധൃതിയും, അതായത് സമയം 11 മണിയാവാറായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം ഒന്ന് കിടക്കാൻ. അതിനിടയ്ക്ക് ചെറിയ ആൾ പാവം ഉറക്കം വന്നിട്ട് കരച്ചിലാണ്. അപ്പോൾ ബുക്ക് പൊതിയാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അവൻ എന്തൊക്കെയോ ചെയ്ത് കളിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത് കേട്ടോ. ഏറെക്കുറെ എൻ്റെ പണികളൊക്കെ തീർത്തു കിട്ടാം. ഞാൻ ഇനി യൂണിഫോം അയൺ ചെയ്ത് വെക്കണം. അത് രാവിലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. രാവിലെ എന്തായാലും നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ ശ്രീകുട്ടൻ കരഞ്ഞും വാശി പിടിച്ചൊരു പരുവായിട്ടോ, ഇടയ്ക്ക് തേങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതൊക്കെ കൂടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. എന്നിട്ട് ഞാൻ 2 ദിവസത്തെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൻ്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും എല്ലാം വളരെ ദയനീയമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് മോർണിംഗാണ്. ലൈറ്റായിട്ട് ഉറങ്ങിയത് കൊണ്ടാണോ നേരത്തെ എഴുന്നേറ്റ് കൊണ്ടാണോ അറിയില്ല, എൻ്റെ വലതേ കാണും ബുൾസൈ പരുവത്തിലായിരുന്നു കണ്ടു ഗൈസ്. അതുപോലെ ഇന്ന് 12:30 വരെ ക്ലാസ്സുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കൊണ്ടാക്കണം, കൊണ്ടുവരണം. അതിനിടയിൽ ചെറിയ ആൾ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങാൻ ഭയങ്കര കഷ്ടപ്പാട്. അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ഞാൻ ചോറ്, കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി. തലേന്ന് കണ്ട എൻ്റെ അമ്മ കൊടുത്തു വിട്ട ചക്കയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒരു തേനിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര മധുരമായിരുന്നു. തള്ളൊന്നുമല്ല കേട്ടോ, സത്യം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും കടലക്കറി ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഭാഗ്യം ഒന്ന് പരീക്ഷ നോക്കി. ഏവട്ടെ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇടയ്ക്ക് കടങ്ങളുടെ കണക്കൊക്കെ കഴിക്കുമ്പോഴേ ഒരു ആശ്വാസത്തിന് വേണ്ടി എടുത്തു വെക്കുന്നതാണ്. ഇനിയെങ്ങാനും അടിച്ചാലോ എന്ന പ്രതീക്ഷയിൽ കണ്ണേട്ടനോട് യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് തരാമോ സേട്ടാന്ന് ചോദിക്കാൻ പോയതാണ്. പക്ഷേ അപ്പോഴത്തേനും ശ്രീകുട്ടൻ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് വന്നു കേട്ടോ. ശ്രീകുട്ടന് ഉറക്കം ഭയങ്കര പ്രശ്നം കേട്ടോ. ഉറക്കം എങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ അവനല്ലാതെയാവും. ഏറെക്കുറെ എൻ്റെ കിച്ചണിൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കുളിക്കാൻ പോയിട്ടോ. എൻ്റെ ശ്രീകുട്ടൻ എണീറ്റിട്ടാണ് ഞാൻ കുളിക്കാൻ പോകണമെങ്കിൽ എൻ്റെ കുളി കാക്കക്കുളിയേക്കാൾ പരായിരിക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് കുളിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. ഇത് പുറത്താരോടും പറയുന്നു വേണ്ട. അപ്പോൾ 2-3 ദിവസമായിട്ട് മഴ അങ്ങോട്ട് കുറഞ്ഞപ്പോഴത്തേനും വെയിൽ അങ്ങനെ സ്ഥാനം പിടിച്ചതേ. ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല ക്ലാരിറ്റി. അന്തസ്. അപ്പോൾ ഇതൊന്നും അല്ല, നമ്മുടെ താരം ഉറങ്ങി നീറ്റില്ല. സമയം 8 മണിയായി. ഇനി വെറും അരമണിക്കൂറായി എനിക്ക് അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് എല്ലാം യാന്ത്രികമായിരുന്നു. സ്കൂൾ കൂട്ടി 2 മാസം എനിക്ക് സ്കൂൾ തുറന്നാൽ എളുപ്പമായിരിക്കുന്നു മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ശ്രീകുട്ടൻ ഉള്ളപ്പോഴും അത് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടം തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആൾക്ക് കുറുക്ക് കൊടുക്കണം, ആളെ റെഡിയാക്കണം. എനിക്ക് അതുവിന് മാത്രം റെഡിയാക്കിയാൽ മതിയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ ആളെ റെഡിയാക്കണം, അതുവിനെ റെഡിയാക്കണം, ഞാൻ റെഡിയാവണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശ്രീകുട്ടനാണെങ്കിൽ ഒരു ഭാഗത്ത് കിടക്കുന്നേ ഇല്ല. ഇന്നത്തെ ദിവസം കുറച്ച് ഹരിബറി ആവുമായിരിക്കും, പിന്നീട് അങ്ങോട്ട് ശീലമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കണ്ണേട്ട എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോമെല്ലാം അയൺ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ചെറിയ ആൾ എഴുന്നേറ്റ് പാൽ കുടിച്ച് വീണ്ടും കിടന്നു. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ. മക്കളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കണക്കന്നെയായിരിക്കും. കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. എന്നെ കണ്ടാൽ പറയില്ലെങ്കിലും കഴിഞ്ഞ 2 മാസത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു നേരം മാത്രമേ പകൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നെ കണ്ടാൽ പറയത്തില്ല, കാരണം ഞാൻ അത്യാവശ്യം തടിച്ചിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ മക്കളെ എണീക്കുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനി ഇതൊരു ശീലമാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനെ ഞാൻ മെല്ലെ കുത്തി പൊങ്ങിച്ചു കേട്ടോ. അവനക്കായിട്ടൊരു ഡാൻസൊക്കെ കളിച്ചു കൊടുത്തപ്പോൾ ആൾ ഓണായി. പിന്നെ ആൾ ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും ചെറിയ ആളും ഓണായി. അതെനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കൊണ്ടാക്കണം. അപ്പോൾ ശ്രീകുട്ടനെ എടുക്കണം. എന്നാൽ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഉറക്കണ്ട, ഫുഡ് കൊടുത്തിട്ട് വേഗം റെഡിയാക്കാമെന്ന് കരുതി. പിന്നെയാണ് ഓർത്ത ഷൂ പോളിഷ് ചെയ്യാൻ മറന്നു. നമ്മുടെ കയ്യിൽ ആകെ 6 മണിക്കൂറല്ലേ സമയമുള്ളൂ. അപ്പോൾ വേഗം പോളിഷൊക്കെ എടുത്തപ്പോൾ അമ്മ ഞാൻ ചെയ്തോളാം അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങി. പക്ഷേ ഇത് ഞാൻ ക്യാമറ ഓണാക്കിയപ്പോൾ ഉള്ള വെറും ഷോ ആയിരുന്നു പിന്നീടാണ് മനസ്സിലാക്കി. അധികം വൈകാതെ തന്നെ അതെനിക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് പോയിട്ട് പിന്നെ ബാക്കിയൊക്കെ ഞാനാട്ടോ ചെയ്തേ. നമ്മുടെ കുഞ്ഞാവനെ അവിടെ തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്യും വഴിക്ക് അവനും ക്യാമറ കണ്ട ഓടി വരുന്ന ആളാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് നിലത്ത് വെച്ചപ്പോൾ ഹൈവാ എനിക്ക് എത്തുന്ന പരുവത്തിലാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വരുവാണ്. അതിൻ്റെ പഴയ ടീച്ചറൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി കാര്യം പറയുമ്പോൾ ഇന്നോ വെള്ളിയാഴ്ച അടുത്ത തിങ്കളാഴ്ച ആട്ടെ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തലേന്ന് അതിൻ്റെ ടീച്ചർ രാത്രി വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോകാമെന്നുള്ള കാര്യത്തിൽ ഒന്ന് സെറ്റായിട്ടോ. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ചൂട്
ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് കുളിപ്പിച്ച് കൊടുത്തത്. അപ്പോൾ കണ്ണേനെ ലേറ്റായി പറഞ്ഞ് കണ്ണേനെ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയെ. അപ്പോൾ ഞങ്ങൾ വേഗം കഞ്ഞിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് കഞ്ഞിയാണ് കുറച്ചുകൂടെ ഇഷ്ടം സ്കൂളിൽ പോകുന്ന സമയത്ത്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ കഞ്ഞി വയറ് നിറച്ച് കൊടുത്തിട്ടാട്ടോ വിടാറ്. യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്തു, ആളെന്നെ ബാഗ് എടുത്തു, ലഞ്ച് കിറ്റൊക്കെ എടുത്തു കേട്ടോ, ഇറങ്ങി. അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് സ്കൂളിലോട്ട് പോയേ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയതും പ്രയറിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ വേഗം അദൂസിനെ ടീച്ചർ കൊണ്ടുപോയി ബാഗെല്ലാം വെപ്പിച്ചിട്ട് പിന്നെ നേരെ പ്രയറിന് കൊണ്ടിരുത്തി കേട്ടോ. അത് ലാസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അതായത് LKG പുതിയ കുഞ്ഞുങ്ങളെ ക്ലാസ്സിലേക്ക് ആക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അവർ ദീപമൊക്കെ എടുത്തിട്ടാണ് ആക്കുക. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മെല്ലെ ഞാൻ പുറത്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഞാൻ വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ LKGയിലുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് ഒക്കെ ഇങ്ങനെ നിന്നെത്തി വരെ നോക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിനെ ഉണ്ടാക്കിയ ഒരു ഫീലൊക്കെ വന്നു. കാരണം അവൻ അകത്തിരുന്ന് കരയും, ഞാൻ ഗേറ്റിന് പുറത്ത് നിന്ന് കരയും കേട്ടോ. ഒരു 10-11 മണിവരെയൊക്കെ ഞാൻ അങ്ങനെ തന്നെ 8:30 കൊണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അവരാരും കാണാത്ത പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്നിട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. അപ്പോൾ ആ വർഷം ഒരു 4 മാസത്തോളം ഞാൻ അങ്ങനെ നിന്ന് കരഞ്ഞ് അവൻ കരച്ചിൽ നിർത്തിയിട്ട് പോലും ഞാൻ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്രാവശ്യം ഓർമ്മ വന്നു. സത്യം പറയുകയാണെങ്കിൽ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴാണ് ഇത്ര ദിവസം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. അത് പെട്ടെന്നൊരു സൈലൻസ് വരില്ലേ, അതൊക്കെ ഫീൽ ചെയ്യും. അതൊരു ചെറിയൊരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുണ്ടായിരുന്നു ഇന്ന്. എന്നാലും വലിയ പ്രശ്നമില്ല. എന്തായാലും നമുക്ക് സ്കൂളിലേക്ക് വിടണമല്ലോ, വിടാതെ എത്രയാണെന്ന് വെച്ചിട്ട് നമ്മൾ പിടിച്ചിരുത്തുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളതങ്ങനെ മറന്നു കളയും. വീട്ടിലെത്തിയത് വേഗം 12:30 ആയാൽ മതി, വേഗം കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ തോന്നി. പക്ഷേ ഇന്ന് മാത്രമല്ല ഇങ്ങനെ തോന്നാൻ പറ്റുള്ളൂ. നാളെ മുതൽക്ക് എന്തായാലും 4 മണി വരെ തന്നെ ക്ലാസ് ഉണ്ട്. അതോർക്കുമ്പോഴാണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ശ്രീകുട്ടൻ അതുവിനെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ മുതൽ മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഒന്ന് ഇരുത്തി നോക്കി. അപ്പോൾ തനിയെ ഇരുന്നൊരു സന്തോഷത്തിൽ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചുറ്റിന് നോക്കാൻ തുടങ്ങി. പിന്നീട് ആൾ മൂഡ് ഓഫ് ആയി കേട്ടോ. ശ്രീകുട്ടൻ ഇപ്പോൾ 8 മാസം പൂർത്തിയായി, 9ാം മാസത്തിലേക്ക് കടന്നു കേട്ടോ. എല്ലാ 1-ാം തീയതിയാണ് അവൻ്റെ മാസങ്ങളുടെ കണക്ക് കൂട്ടുന്നത് ഞാൻ. കാരണം അവൻ ഒക്ടോബർ 1-നാണ് ജനിച്ചത്. അതുകൊണ്ട് എല്ലാ മാസത്തിലെയും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ 8ാം മാസത്തെ ഫോട്ടോ എടുത്തിട്ടില്ല. എല്ലാ മാസവും ഒരു 28-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എടുക്കാറ്. ഇപ്രാവശ്യം പറ്റിയിട്ടില്ല, സ്കൂൾ തുറക്കുക ആയതുകൊണ്ട് നമുക്ക് ആ ഒരു തിരക്കിൽ പറ്റിയിട്ടില്ല. പിന്നീട് ഞാൻ എൻ്റെ സർവ്വശക്തി എടുത്ത് അവനൊന്ന് ഉറക്കാൻ നോക്കി കേട്ടോ. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം മാത്രം അവനൊന്ന് ഉറങ്ങി തന്നു. ആ 10 മിനിറ്റോട് ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോഴാണ് ഉച്ചക്കത്തേക്ക് ഒരു മുട്ടപ്പുളി വെച്ചാലോ വിചാരിച്ചിട്ടോ. മീൻസ് മുട്ടയിൽ പുളി ഒഴിച്ചിട്ട് കറി, അതിൽ തേങ്ങയൊക്കെ ഒഴിക്കും. മുട്ട നമ്മൾ ഈ ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ മുറിച്ച് അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കണ്ണനും അത് പറയുന്നുണ്ടായിരുന്നേ. അപ്പം എവിടെയൊക്കെ വെക്കുന്നത് എനിക്കറിയില്ല. പാലക്കാട് ഇത് വെക്കാറുണ്ട് കേട്ടോ, ഞങ്ങളിത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഓംലെറ്റ് പോലെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളിയും കാന്താരി മുളകൊക്കെ ഇടാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. അപ്പത്തേനും അപ്പോഴേക്കും ആളെ എണീറ്റു കേട്ടോ. എണീറ്റ് പാടെ ആ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനാണോ അമ്മയാണെന്നാണോ എനിക്കറിയില്ല. ശ്രീകുട്ടൻ വ്യക്തമായിട്ടും വിളിക്കുന്ന ഒരു വാക്ക് ചേട്ടാന്ന് മാത്രമായിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛാന്ന് കൂടെ കൂട്ടിച്ചേർത്തു കേട്ടോ. ഇപ്പോൾ ചേട്ടാ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് ഉമ്മ എന്ന് പറയുന്നുണ്ട്, ഇടയ്ക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൂട്ടിച്ചേർത്ത് എന്തായാലും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടനെ വിളിക്കാൻ പോകാൻ മോനെ പറഞ്ഞതും നല്ല ചിരിയൊക്കെ പാസ്സാക്കി തരുന്നുണ്ട് കേട്ടോ. ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, വണ്ടിയിൽ പോകാനുള്ള അതിയായ ഇഷ്ടം കൊണ്ടാട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് 12:30 സ്കൂളിലെത്തിയിട്ടോ. എനിക്കുള്ള ഫ്രീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടോ ഇപ്പോൾ കേട്ടത്. അതിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ ഫുള്ളായിട്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ടീഷർട്ട് യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ മേടിച്ചു. അപ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളും പോയി. അപ്പോൾ അതും ഇതേ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ കളിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ സ്കൂൾ തുറക്കലിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം കേട്ട് നിന്ന് തന്നെ ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനിയും അങ്ങോട്ട് നീട്ടിയൊന്നും രസമാവില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ, സീ യു.